ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ സിമ്പിളും അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. ഇത് ഞാനൊരു 7-8 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ച അട്ടാണിയാണ്. നിങ്ങൾക്കൊന്നെങ്കിൽ വെള്ളത്തിലിടുന്നതിന് മുമ്പേ അട്ടാണിയെ കഴുകിയെടുക്കാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് കഴുകിയെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുക്കറിന് നമുക്കൊരു വിസിലെടുക്കാൻ വെക്കാം. ഞാനൊരു 7 വിസിലെങ്കിലും എടുക്കാറുണ്ട്. അതുകൊണ്ട് 7 വിസിലാകുമ്പോഴേ ഈ അട്ടാണി നല്ലോണം വേവത്തുള്ളൂ. നമ്മുടെ വിസിലൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 7 വിസിലാവുമ്പോൾ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. ചപ്പാത്തിക്കും പുട്ടിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഗ്രീൻ പീസ് കറിയാണ്. വേറൊരു ചേരുവകളും ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഈ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഗ്രീൻ പീസ് കറിയിൽ ഞാൻ ആകെ സവാളയും ഇഞ്ചിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. 2 സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും. അതിനുശേഷം ഇതുപോലെ ഒരു പാൻ വെച്ച് അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഈ സവാളയ്ക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് തക്കാളിക്ക് ഇടണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വിസിലെടുക്കുന്ന ആ ടൈമിൽ ഇതൊക്കെ ഇട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. പല ചേരുവകളും ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് ഗ്രീൻ പീസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. അട്ടാണിയും സവാളയും ഇഞ്ചിയും മാത്രമാണ് ഇതിൽ ചേർക്കുന്നത്, പിന്നെ പൊടികളും. ഈ സവാള ഇനി നമുക്ക് ഈ എണ്ണയിലിട്ട് ചെറിയ തീയിൽ വെച്ച് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ തീയല്ല, മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. കൂടുതൽ നേരം ഇളക്കരുത്, സവാള കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം കുറച്ച് നേരം വെച്ചിട്ട് ഇങ്ങനെ വെക്കണം. നമ്മുടെ അട്ടാണി ഇപ്പോൾ ഒരുവിധം നല്ലോണം വെന്തു. 6 വിസിൽ മതിയായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പം നല്ലോണം വെന്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് തിളപ്പിച്ചെടുക്കാം. ചെറിയ തീയിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടിക്കിട്ടും. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം ഒന്ന് ബ്രൗൺ കളർ ആവട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഗ്രീൻ പീസ് അവിടെ ചെറിയ തീയിൽ വെച്ചത് വെന്ത് വന്നോളും, തിളച്ച് വന്നോളും. അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനൊരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1 സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ പൊടികളായതുകൊണ്ട് നല്ലോണം കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ വഴറ്റിയെടുക്കണം. നമ്മുടെ ഗ്രീൻ പീസ് ചെറിയ തീയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സവാളയും എല്ലാം പൊടികളൊക്കെ ഒന്ന് നല്ലോണം ചൂടാവുന്ന ടൈമിൽ അതും നല്ലോണം ഒന്ന് തിളച്ച് വന്നോളും. പിന്നെ പറയാനുള്ളത്, കുക്കർ നല്ലോണം വിസിലെല്ലാം പോയതിന് ശേഷം വേണം അത് തുറന്ന് നോക്കാൻ, അല്ലെങ്കിൽ തുറക്കരുത്. വിസിലെല്ലാം പോയി കുക്കർ ഒന്ന് കൂളാകുമ്പോൾ വേണം നമുക്കത് തുറന്ന് നോക്കാൻ വെന്തോ ഇല്ലയോ എന്നൊക്കെ. ഇപ്പോൾ നമ്മുടെ പൊടികളുടെ ആ പച്ചപ്പ് മണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ആ പൊടികളൊക്കെ എടുത്ത് നമ്മുടെ തിളച്ച അട്ടാണിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും പാകത്തിന് നോക്കിയിട്ടിട്ട് മുളകും വേണമെങ്കിൽ ആവശ്യത്തിന് ചേർക്കാം. അതിനുശേഷം നല്ലോണം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ചെറിയ തീയിൽ വെച്ച് ഒരു 5 മിനിറ്റും കൂടി നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയാണ്. പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ ഇത് നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേറെ ഒന്നും വേണ്ട, വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ തക്കാളി, ഉരുളക്കിഴങ്ങ് അങ്ങനെ പലതും ചേർക്കാം. പല ടൈപ്പിൽ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.